നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ആ കോൺഗ്രസ്സുകാരെ ആരും ബി ജെ പിയിലൊന്നും പോയിട്ടില്ല. എല്ലാവർക്കും അറിയാമല്ല എന്താ നടന്നത്. ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവർ സപ്പോർട്ട് ചെയ്തു. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്കെതിരായി നടപടിയെടുത്തത്. അല്ലാതെ അവരാരും രാജിവെച്ച് ബി ജെ പിയിലൊന്നും ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് ബി ജെ പിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ന്യായീകരിച്ചുകൊണ്ട് മെഴുക് നേതാവേ, നിങ്ങൾ എന്താണ് പറയുന്നത്? എന്തൊരു പ്രതീക്ഷയോടെ ഒരു യു ഡി എഫ് എന്നുള്ളൊരു പ്രസ്ഥാനത്തിനാണോ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്? അവരുടെ പ്രതീക്ഷയിലാണ് നിങ്ങൾ തുറങ്ങും വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരിട്ട് അവർക്ക് ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്താൽ പോരാ. ഒരിക്കലും കൂടാൻ പറ്റാത്തൊരു പ്രസ്ഥാനത്തിന് കൂടെ ഞങ്ങൾ കൂടി എന്ത് ന്യായം പറഞ്ഞാലും എന്തിനും റീപ്പോളോ എന്തിനും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുമായിരിക്കും. ആ ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദ തീർച്ചയായും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ നാട്ടുകാരുടെ പഞ്ചായത്ത് നിങ്ങൾ എന്തിനും ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യും. നിങ്ങളുടെ പ്രതീക്ഷയെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ വോട്ട് ചെയ്ത വോട്ടുകൾ മറിച്ച് അല്ലെങ്കിൽ വേറെ ഇതിൽ തീരുമാനമെടുത്താൽ ആ നേതാക്കന്മാർ വലിച്ച് താഴ്ത്തിടും. ശരിക്കും പലരും പറഞ്ഞ കറക്റ്റാണല്ലേ, ഇന്നത്തെ യു ഡി എഫുകാരൻ നാളത്തെ ബി ജെ പിക്കാരനാണ്. സത്യം അത് ഉറപ്പിക്കുകയാണ് അവർ.